ഹലോ സർ. ഹലോ ജെഡി, വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് മൂവ്മെന്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ല സർ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മെയിനോന്റെ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്നാ കരുതുന്നേ. ആ വഴിക്ക് ശ്രമിച്ചോളൂ, പക്ഷേ തെരച്ചിൽ നിർത്തരുത്. അതെ, മേനോൻ വിദേശികളുമായി ഡീൽ ഉറപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയും വിഗ്രഹമോഷണങ്ങൾ ഉണ്ടാവും. മനസ്സിലായി സർ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ ജെഡി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ലോക്കൽ പോലീസിന് ഇതുവരെ നമുക്ക് എഫ്ഐആറിന്റെ കോപ്പി പോലും കിട്ടിയില്ലല്ലോ. അവരത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുന്നതാ. ഉടനെ അത് കിട്ടാനുള്ള വഴി ഉണ്ടാക്കണം. അത് വേണം. ആ കള്ളന്മാരെ കിട്ടിയാലും നമുക്ക് മേനോനിലേക്ക് എത്താം. യെസ്, നോക്കാം. ഇനി മേനോനിലേക്ക് എത്താൻ സഹായിച്ചില്ലെങ്കിലും ആ വിഗ്രഹം തിരിച്ചു കിട്ടുകയെങ്കിലും ചെയ്യും. തനിക്കെന്താ കഴിക്കാൻ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഏയ്, അങ്ങനെയല്ല. ഇന്നെല്ലാം തന്റെ ഇഷ്ടത്തിന്. പറഞ്ഞോ, എന്തു വേണേലും വാങ്ങിച്ചു തരാം. അത് ദേ, പൃഥ്വി എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ എന്റെ സന്തോഷം. സാർ ഓർഡർ പ്ലീസ്. പറഞ്ഞോ ശരി. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ മാഡം. ആരാ പൃഥ്വി? ഓഫീസിൽ നിന്നാ. എടോ, ഞാൻ ഫോൺ എടുക്കുന്നില്ല. എന്താ പോരെ? താങ്ക് യു. കോൾ കട്ടാക്കിയല്ലോ. ഇതിന് നീ ദുഃഖിക്കും പൃഥ്വി. ഫ്രെഡി, സഹദേവേട്ടാ, സഹദേവേട്ടാ. നീ വന്നു. എന്ത് സീരിയസ് ആയ ആലോചനയിലാണല്ലോ? കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നീരജ. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്നാ സഹദേവേട്ടൻ പറയുന്നേ? അതല്ലടി, നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. ആദ്യം ആ പൂർണിമയെ മാത്രം ഒഴിവാക്കിയാൽ മതിയായിരുന്നു.